നമ്മുടെ പിതാവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെയും സംസർഗങ്ങളോടുകൂടെ ദൈവമേ, ഞാൻ അങ്ങയെ വിളിച്ചു വീക്ഷിച്ചു എന്നതാണ് അങ്ങ് എനിക്ക് ഉത്തരവരുത്. അങ്ങ് ചെയ്തയച്ചെന്റെ വാക്കുകൾ ശ്രമിക്കണമേ. കർത്താവേ, കണ്ണിന്റെ വിഷമണി കൊണ്ട് എന്നെ കാത്തുകൊള്ളണമേ. അങ്ങ് ചുരത്തിന്റെ കണ്ണിൽ എന്നെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ. കർത്താവിൽ ശ്രമിക്കുന്നത് നമ്മുടെ തിരുവചന ഭാഗം കർത്താവിന്റെ സുവിശേഷം 22-ായ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ദൂതന്മാർ യേശുവിനെ സമീപിച്ച് ഒരു സംശയം ചോദിക്കുകയാണ്. സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ് അവർ ഈശോയോട് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ ഈശോയെ അപകടപ്പെടുത്താൻ വേണ്ടി സീസറിന് കപ്പം കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയാമെങ്കിൽ ഈശോ സീസറിന് എതിരാണെന്ന്, റോമാക്കാർക്ക് എതിരാണെന്ന് അവർക്ക് പ്രഖ്യാപിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഫരിസേയർക്കോ റോമാക്കാർ വിരോധമുള്ളവരോ റോമൻ പക്ഷത്താണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയും ഈശോയെ കീഴ്പ്പെടുത്താമെന്ന് ആ വിചാരത്തിലാണ് ഈശോയെ അവരെ സമീപിക്കുന്നത്. ഈശോ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ കൊടുക്കുന്ന നാണയം എന്നെ കാണിക്കുക. നാണയം കാണിക്കുമ്പോൾ ഈശോ അവരോട് ചോദിക്കുന്നു, ഈ നാണയത്തിലുള്ള ലിഖിതം രേഖ ആരുടേതാണ്? അവർ പറഞ്ഞത് സീസറിൻ്റെതാണ്. ഈശോ വ്യക്തമായി അവരെ പ്രതീക്ഷിക്കാൻ ഒരു മറുപടിയാണ് ഈശോ കൊടുക്കുന്നത്. സീസറിൻ്റേത് സീസറിന്, ദൈവത്തിന് കൊടുക്കുന്നു. രണ്ടു കൂട്ടരും തൃപ്തരായി അവരുടെ ചോദ്യത്തിന് അവരുടെ മനസ്സിലാക്കി ഈശോ അതിന് വ്യക്തമായിട്ട് നല്ല മനസ്സോടുകൂടി അവർക്ക് എതിർപ്പില്ലാത്ത രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർ തിരിച്ചുവിടുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്താണ് എന്ന് വിചാരിക്കുന്ന നിയമത്തിൻ്റെ പരിസ്ഥിതിയുമാണ് ഈശോയെ സമീപിക്കുക. അവരുടെ കപടഭക്തരായ നിയമത്തിൻ്റെ പരിസ്ഥിതിയിൽ ഈശോ പലപ്പോഴും ഇവരെ ശകാരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ വാക്കുകൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു, പ്രവൃത്തി ദൈവവിശ്വാസമൊന്നുമില്ല, കപടഭക്തരായില്ല. വാക്കിൽ ഒത്തിരി സ്നേഹം പ്രകടിപ്പിക്കുന്നു, പക്ഷെ പ്രവൃത്തിയുടെ വാക്ക് പ്രവൃത്തിയുടെ കൂടെ പോകണമെന്നാണ് ഈശോ പലപ്പോഴും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, തെറ്റ് അറിയുന്നു. അധര വ്യായാമം പോലും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അധരം കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവർ അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നീതിയോടുകൂടി ധാർമ്മികമായ മൂല്യങ്ങളോടുകൂടി മറ്റുള്ളവരുടെ പെരുമാറാൻ നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അപകടത്തി അല്ലെങ്കിൽ സാധാരണ അപകടപ്പെടുത്തുന്ന രണ്ട് തരത്തിൽ പെരുമാറുന്നവർ പല ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ക്രൈസിസ് എന്ന വാക്കിൽ നിന്നാണ് ഹിപ്പോക്രസി എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. അത് ഹിപ്പോക്രൈസിസ് എന്ന് പറയുന്നത് സ്റ്റേജിൽ അഭിനയിക്കുന്നതിനാണ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ശൈലി വന്നു ചേരാവുന്നതാണ്. അപ്പോൾ നമ്മൾ അഭിനയിച്ച് ജീവിക്കുക, ഒരുപക്ഷെ പറ്റി നമ്മുടെ പാരമ്പര്യം കാര്യമുണ്ടെങ്കിൽ പരമാർത്ഥമായിട്ടുള്ള ജീവിതത്തിൽ അങ്ങനെ ഒരു സാധ്യത പറ്റി നമ്മൾ ദൈവത്തോട് പറ്റിയാണ്. അത് നമ്മുടെ പരിസരത്തോട് സമൂഹത്തോട് കാണിക്കുവാൻ നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല മാത്രം നമ്മൾ ദൈവത്തെ സ്തുതിച്ചാൽ കൂടെ ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ കൂടി നമ്മൾ സ്നേഹിക്കുവാൻ തയ്യാറാകണമെന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ സുവിശേഷ ഭാഗത്തിലൂടെ കർത്താവ് നമുക്ക് തരുന്നത്. നമ്മുടെ പ്രാർത്ഥനയിലും ക്രൈസ്തവ മതോത്സവത്തിലൂടെ ഹിപ്പോക്രസി തട്ടിട്ട് വന്നപ്പോൾ ഇത് തട്ടിൻ്റെ കാലത്ത് നമ്മൾ ജീവിക്കുക. സാമ്പത്തിക തട്ടിപ്പ്, മറ്റ് സ്വർണ്ണ തട്ടിപ്പ്, അങ്ങനെയെല്ലാം നമുക്ക് കിട്ടുന്നത്. പ്രാർത്ഥനയിലും തട്ടിക്കുന്നതല്ല. പ്രാർത്ഥനയുടെ പ്രാർത്ഥനയോട് നമുക്ക് ശ്രമിക്കണം. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനയിലാണ് പുറപ്പെടുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പലപ്പോഴും വിശ്വാമിനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തനം ചെയ്യുന്നതാണ് വിശ്വാസം. അപ്പോൾ ഹൃദയം കൊണ്ട് ദൈവത്തെ ശ്രമിക്കുവാനും അതേ ഹൃദയം കൊണ്ട് തന്നെ മറ്റുള്ളവരെ ശ്രമിക്കുവാനും നന്മ ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു ചിന്ത വളരെ അർത്ഥവത്തായി നല്ല പ്രസാദയോടുകൂടി വ്യക്തമായ ഈശോ നമ്മുടെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ
സ്മരണത്തോടുകൂടി എത്തിക്കപ്പെടേണ്ടതിനായി അത് തടസ്സമായി നിൽക്കുന്ന പാപങ്ങളുടെ കുറ്റങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ ഓർത്ത് കർത്താവിന്റെ തിരുസന്നിധിയിൽ സ്വീകരിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ അവരോടും ഞാൻ പറയുന്നു, സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ കൊടുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുവാനാകട്ടെ.
സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ മാനസങ്ങൾ എപ്പോഴും അങ്ങേ തിരുവചനത്തിന് അനുസൃതമാക്കി തീർക്കാൻ ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങേ മകനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ ഇടവരുത്തണമേ. അങ്ങയുടെ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിലൂടെ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അറപ്പട്ടകൾ അടിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലതുകൈ താൻ നിർമ്മിച്ചിരിക്കുന്നുവോ തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചെയ്ത് വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും. കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്നറിയുന്നതിനും വേണ്ടി തന്നെ. കർത്താവിന്റെ വചനം. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഘോഷിക്കുവിൻ. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഘോഷിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടിസ്തുതിക്കട്ടെ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സുത്യർഹനുമാണ്, സകല ദേവന്മാരെക്കാൾ ഭയപ്പെടുന്നവനുമാണ്. ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം, എന്നാൽ കർത്താവ് ആകാശത്തിന്റെ സൃഷ്ടാവാണ്. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ. മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടത്തെ മഹത്വപ്പെടുത്തുവിൻ. കാഴ്ചകളുമായി അവിടത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടത്തെ മുമ്പിൽ ഭയന്നു പുറക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു, അവിടുന്ന് ജനതകളെ നീതിപൂർവ്വം വിധിക്കും. ജനപദങ്ങളെ മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്കക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവത്തിൻ്റെ വാത്സല്യപാതകങ്ങളായ സഹോദരരുടെ നിങ്ങളെ അവിടുന്ന് തെരഞ്ഞെടുത്തിരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയും അത്രേ. കർത്താവിന്റെ വചനം. Hallelujah.
അക്കാലത്ത് പരിചയത്തിൽ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാൻ എന്ന് ആലോചന നടത്തി. അവർ തങ്ങളുടെ അനുയായികളെ ഹെരോദസ് പക്ഷക്കാരന് കൊടുത്ത് അവിടുത്തെ അടുത്ത് അയച്ചു ചോദിച്ചു, ഗുരു, നീ സത്യവാനാണെന്ന് ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് അറിയില്ല, നിനക്ക് എന്ത് തോന്നുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്തിന്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവർ ഒരു ധനാറ് അവിടത്തെ കാണിച്ചു. യേശു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്ന് അവർ മറുപടി പറഞ്ഞു. അവിടെ തന്നെ ചെയ്തു. സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. കർത്താവിന്റെ സുവിശേഷം തിരുവചനം നമ്മൾ വായിച്ചത്. നമുക്ക് വിശ്വാസം പറഞ്ഞിട്ടില്ല. ഏത് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യമദൃശ്യമായ എല്ലാ സത്യത്തെയും
ലോകത്തോട് നമ്മൾ പേടി ഭയങ്കരമല്ല കർത്തൃസംഗതി ചെയ്യുക. നമ്മൾ നാമത്തെ ഭാര്യയിൽ ഞാൻ കർത്താവാണ് എന്ന് നമ്മുടെ പേരുകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ എടുക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെയും പേരിലിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ അവിടുത്തെ പൈതൃകമായ സംരക്ഷണം എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ തീവ്രമായി വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം ഈ ലോകത്തിൻ്റെ ശക്തമായിട്ടുള്ള ആക്രമണത്തിൻ്റെ സമയത്തുള്ള വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേദനിക്കുന്ന ശക്തിയോടുകൂടി ഇരിക്കുന്ന നമ്മുടെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദൈവങ്ങൾ കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകളെ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കുക. ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തതിനെ കാരണക്കാരാണ് ഞങ്ങൾക്ക് നൽകുവാനാണ് കർത്താവായ ക്രിസ്തുവിനെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുക. സഹോദരങ്ങളുടെയും സർവശക്തന്റെ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ദാനങ്ങൾ ആദരിക്കുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ
നിർമ്മലരായി ചെയ്യുവാനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിലൂടെ തന്നെ കർത്താവ് ഞങ്ങളോടുകൂടെ ഹൃദയങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും നിയമവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ഞങ്ങൾ ജീവിക്കുകയും ചലിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. രൂപപ്പെട്ട ഈ ശരീരത്തിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല, ഇപ്പോൾ നിത്യതയുടെ അചാരം കരകതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഒരുമിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രഥമഫലങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ അവ ഞങ്ങൾക്ക് നിത്യമായ രഹസ്യമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവമായ സന്തോഷത്തോടെ അഭിരാമം ആദരിക്കുന്നു. ഭാരവാഹികളുടെ തങ്ങൾക്ക് വീണ്ടും
കൽപ്പനയെ ശിഷ്യന്മാരോടുകൂടെ ചെയ്യും. എല്ലാവരും മാറി ഇതിൽ നിന്ന് കുടിക്കരുത്. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ ആനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. വിശ്വാസത്തിന്റെ രഹസ്യം അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതായുധവും പരിപാലനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ അറിയിക്കുന്നു. അങ്ങേ സഭയുടെയും വീടുകളുടെ പാലനമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച വലിയ വസ്തു അംഗീകരിച്ചു അങ്ങേ ചുരുക്കമായ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരു ആത്മാവുമായി തീരാൻ അനുഗ്രഹിക്കുന്നേ. അവിടെ ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യങ്ങളോട് അനുഗ്രഹിക്കുന്നതായ അപ്പോസ്തലന്മാരോട് അഗ്നിയുടെ രക്തസാക്ഷികളോട് മറ്റെല്ലാ വിശുദ്ധരോടും തന്നെ സന്നിധിയിലൂടെ ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെയും വിധിയും സർവ്വ ലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമിതാസനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കണം. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളതായ ഞങ്ങളുടെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടുകൊള്ളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലാവരും ചുരുതി കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങനെയും ദയാപൂർവ്വം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രതികളുടെ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിനെയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബന്ധങ്ങളെയും മഹത്വവും എന്നും ഉന്നയിച്ചു. രക്ഷാകരമായ കൽപ്പനകളാൽ കൂടുതലായി ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതരായി നിർഭയ നമ്മുടെ സുരക്ഷമായ പിതാവിനോട് പ്രാർത്ഥിക്കാം. Oh
അങ്ങേതിരുന്നതനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നതാണ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് പരസ്പരം കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം.
വിവാഹ പരസ്യങ്ങളുടെ ചാനശല്യങ്ങളിൽ ശ്രീ ജോസഫ് ഷായി തമിഴ്നാട് തൂത്തുക്കുടി രൂപത ബാലപുരം ശ്രീ ബാലപുരം രൂപത ജോബിന്റെ രമേശ് നായകരുടെ മെഡോണയിൽ വിവാഹത്തിലാണ്. രണ്ടാമത്തെ കുർബാന 8:30 അപ്പൊ നമ്മുടെ ഇവിടുത്തെ കുർബാന യൂട്യൂബിലാക്കിയിട്ടുണ്ട്. സെന്റ് ജോസഫ് ചർച്ച് കൊച്ചിയിൽ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത കുർബാന ഓൺലൈനായിട്ട് കിട്ടില്ല. കുർബാന ഈ സമയത്ത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നീടായിരിക്കും യൂട്യൂബ് വഴി യൂട്യൂബിൽ സെർച്ച് ചെയ്ത സെന്റ് ജോസഫ് ചർച്ച് കൊച്ചിയിൽ അടിച്ചു കൊടുത്ത കുർബാന കൂടാതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തത്തെ ഞങ്ങൾക്ക് ഉപകരിക്കുക അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉത്ഭൂതരും ആയിത്തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനത്തിൽ പൂർണ്ണ വിവരവും സമാപിച്ചു.